ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം എന്നാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്യുഗ്രൻ രുചിയിലുള്ള ഒരു ലഡ്ഡുവിന്റെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിൽ ഒന്നാമനായ പീനട്ട് ലഡ്ഡുവിന്റെ റെസിപ്പിയാണ്, അഥവാ കപ്പലണ്ടി ലഡ്ഡു ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. ഇവിടെ ഞാൻ 1 കപ്പ് പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പലണ്ടി നമുക്കൊരു പാനിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതൊന്നും വറുത്തെടുക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം ആട്ടോ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഈ കപ്പലണ്ടിയൊക്കെ നമുക്ക് അറിയാം ധാരാളം വിറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കുന്ന ആ ഒരു സ്റ്റേജിലാവുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള എണ്ണയുടെ അംശം ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലഡ്ഡുവിനെന്ന് ഉരുട്ടുന്ന സമയത്ത് ബൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ഉപയോഗിക്കാത്തതും. അപ്പോൾ എല്ലാവരും ഇത് ഒരിക്കലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഇതുണ്ടാക്കാൻ വലിയ ടൈമൊന്നുമില്ല, വെറും 5 മിനിറ്റ് മാത്രം മതി. 5 മിനിറ്റ് വേണമെന്ന് തന്നെ സംശയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പലണ്ടിക്ക് നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം തന്നെ മതി. ഇതിന് ഉള്ളും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പ് രസം വന്നു, പിന്നെ അതുകൊണ്ട് കളയാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഈ രീതിയിൽ നന്നായിട്ട് വറുത്തിരിക്കണം. നമ്മൾ ഈ വറുക്കുന്ന സമയത്ത് തന്നെ തൊലി പൊട്ടണതിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ അത് തന്നെയാണ് പാകം. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ തൊലിയൊന്ന് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ തുണീൻ്റെ അകത്തേക്ക് ആ കപ്പലണ്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കൂട്ടിപ്പിടിക്കുക. അതിനുശേഷം ഇത് നല്ല രീതിക്ക് ടൈറ്റായിട്ട് പിടിക്കുക. ഒരു സൈഡിലോട്ടും കപ്പലണ്ടി പോവാത്ത രീതിക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്തുള്ള തൊലീൻ്റെ അംശമൊക്കെ ഭൂരിപക്ഷം പോയി കിട്ടും. ഇനി അഥവാ ഇതും ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊരു 5 or 10 ബാക്കി ഉണ്ടാവുള്ളൂ, അത് കൈ കൊണ്ട് തന്നെ കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഗുണം 2ആണ്. ഒന്ന്, നമ്മുടെ കൈ കൊള്ളത്തില്ല. രണ്ടാമതായിട്ട് നമുക്ക് ഈ തൊലി പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനും സാധിക്കും. കഴിഞ്ഞിട്ടില്ല, ഇനി ഈ തൊലിയിൽ നിന്ന് ഈ കപ്പലണ്ടിയിൽ നിന്ന് വേർപിരിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എന്തായാലും ഇതുപോലെയുള്ള ഒരു തവി ഉണ്ടാവുമല്ലോ. അഥവാ ഇതില്ലെങ്കിൽ നമ്മുടെ അരിപ്പ പോലത്തെയുള്ള തവിയായാലും മതിയാവും. അതിൻ്റെ അകത്തേക്ക് ഈ കപ്പലണ്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിക്ക് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമ്മൾ കപ്പലണ്ടി വാർത്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയിൽ നിന്ന് വേർപിരിച്ചെടുത്തത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഷടപടേന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കപ്പലണ്ടി ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് ഇനിയൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതിൻ്റെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മിക്സിയിലുള്ള പൾസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറിയ തരികൾ വരുന്ന രീതിക്ക് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിർത്തി അടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ തരികളൊക്കെ വന്നോട്ടെ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടി ചേർക്കുക. ഇതൊരു ഏകദേശം 1/2 കപ്പുണ്ട്. ഞാനിതൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ മധുരം കറക്റ്റ് ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതിന് കൂടുതലും ചേർക്കണ്ട, ഇതിന് കുറവും ചേർക്കണ്ട. ഇതിലേക്ക് അധികം അഴുക്കില്ലാത്ത ശർക്കര തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പനങ്കൽക്കണ്ടം അതുപോലത്തെയുള്ള കാര്യം വേണമെങ്കിൽ ചേർക്കാം. ഇനി ഈ ശർക്കരയും ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഇത് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ മിക്സി ജാറിന് സൈഡിലൊക്കെ ഇത് പറ്റിപ്പിടിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഈ പറ്റിപ്പിടിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പലണ്ടിയിൽ എണ്ണയുടെ അംശം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ എണ്ണ ഇതിന്ന് വിട്ടുപോരുന്ന ലക്ഷണമാണ് ഈ മിക്സി ജാറിന് ചുറ്റുവട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഇതിനകത്തേക്ക് ശർക്കരയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരയിലും ഈ കപ്പലണ്ടിയിലൊക്കെ ധാരാളം ആരോഗ്യമായിട്ടുള്ള എണ്ണയുടെ അംശമുണ്ട്. ഇനി ഇതൊരു ലഡ്ഡു ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലെ കുറച്ച് ഭാഗം കയ്യിലെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലേക്കുള്ള എണ്ണ കുറച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഈ ലഡ്ഡുവിന് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ലഡ്ഡുവിൻ്റെ പുറം ഭാഗം കുറച്ച് സ്മൂത്തായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ എത്ര പെട്ടെന്നാണ് ആദ്യത്തെ ലഡ്ഡു ഇവിടെ തയ്യാറാക്കിയത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം, നല്ല പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഉരുട്ടാൻ ശ്രമിക്കുക. പ്രസ് ചെയ്തുകൊണ്ട് ഉരുട്ടുമ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള എണ്ണയുടെ അംശം ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലഡ്ഡു നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടാനും സാധിക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മൾ കപ്പലണ്ടി വെച്ചിട്ടുള്ള
ഉഗ്രനായിട്ടുള്ള ലഡു എല്ലാം തയ്യാറാക്കിയതിനും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എത്ര പെട്ടെന്ന് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരുന്നതാണ്. അതുമാത്രം പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. പറ്റിയാൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം Subtitle.